ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 7 ഡേയ്സിൽ നമുക്ക് എങ്ങനെ ലിപ് പിഗ്മെന്റേഷൻ കുറയ്ക്കാം, അതും അണ്ടർ ₹100 നാച്ചുറൽ ആയിട്ട് എങ്ങനെ കുറയ്ക്കാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ഒരു ലിപ് പാക്ക് ഉണ്ട്, ലിപ് സ്ക്രബ് ഉണ്ട്, പിന്നെ ഒരു ലിപ് ബാമും ഉണ്ട്. ഇത് മൂന്നും നമ്മൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 സാധനങ്ങളാണ്. അത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, നമ്മൾ എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മുമ്പൊക്കെ ആയിരുന്നതിൽ ലിപ്സ്റ്റിക് ഇടുന്നവർ ഭയങ്കര കുറവായിരുന്നു, ലിപ്സ്റ്റിക് ഇടാത്തവരായിരുന്നു കൂടുതൽ. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങിയ ലിപ്സ്റ്റിക് ഇടാത്തവരാണ് കുറവ്. എല്ലാവരും ഇപ്പൊ നല്ലപോലെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ലിപ്സ് നല്ലപോലെ പിഗ്മെന്റഡ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യം ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയാൽ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക് എന്നല്ലേ, പിന്നെ നമുക്ക് ഇടാതെ പുറത്തിറങ്ങാനേ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നു, എന്റെ ലിപ്പ് നല്ല പിഗ്മെന്റഡ് ആയി വരികയായിരുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഓഫ്കോഴ്സ് നല്ല റേറ്റ് ആവും, മറ്റേ ലേസർ ഒക്കെ എടുക്കാനൊക്കെ. അപ്പോൾ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് ഞാൻ കുറേ തപ്പിയാണ് എനിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കിട്ടിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടെ പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വ്യത്യാസമുണ്ട് എനിക്ക്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിക്കാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് നമുക്ക് എന്താണ് ഉണ്ടാക്കാനുള്ളത്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഞ്ചസാര, ഷുഗർ, പിന്നെ കോക്കനട്ട് ഓയിൽ ഓർ ഗീ, ഇത് രണ്ടിലെ ഏതെങ്കിലും, പിന്നെ ബീട്രൂട്ട് നമ്മുടെ വീട്ടിൽ കാണും, പിന്നെ ഹണി എന്ന് പറഞ്ഞാൽ നമുക്ക് ₹40 ഇത്രയുള്ളത്. അത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ജസ്റ്റ് ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, നമുക്കത് ₹40 ഉള്ളൂ, അത് വാങ്ങിക്കാം. പിന്നെ വേണ്ടത് എന്തായിരുന്നു, ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അതായത് കറിക്കിടുന്നതല്ല, അല്ലാതെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്. പിന്നെ പാലും ഓഫ് കോഴ്സ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്, വളരെ വില കുറവാണ് ഇതൊക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണ്, നമുക്ക് ലിപ് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ ഓർഡർ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് സ്ക്രബാണ്. ലിപ് സ്ക്രബ് ചെയ്തിട്ട് വേണം പാക്ക് ഇടാൻ. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലിപ് ബാമും ഇടാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പൊ നമ്മുടെ ലിപ് സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടത് കോക്കനട്ട് ഓയിൽ, പിന്നെ ഷുഗർ, പിന്നെ ഹണി. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യും. പിന്നെ സ്ക്രബിന്റെ കാര്യം വന്നിട്ട് നമ്മൾ ഡെയിലി സ്ക്രബ് ചെയ്താലും അത് ഫേസിലായാലും ലിപ്പിലായാലും, ഞാൻ ലിപ്പിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് സ്ക്രബ് ചെയ്തത്. അതായത് ഇന്ന് സ്ക്രബ് ചെയ്താൽ ഇനി മറ്റന്നാളേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഷുഗർ ഇടാം. കുറച്ച് ഷുഗർ മതി, ഇപ്പം ചുണ്ടല്ലേ, കുറച്ചല്ലേ വേണ്ടി വരുള്ളൂ. ഷുഗർ ഇട്ടു. ഇനി അടുത്ത വേണ്ടത് എന്താണ്, ഹണിയാണ് വേണ്ടത്. ഹണി ഒഴിക്കാം. എല്ലാം കുറച്ച് മതി. ഇനി നമുക്ക് ഓയിലും കൂടെ ഒഴിക്കാം. അപ്പൊ സ്ക്രബിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പഞ്ചസാര, ഹണി, പിന്നെ ഓയിൽ. ഇത് മൂന്നും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. എല്ലാം കുറച്ചെടുത്താൽ മതി, കാരണം ചുണ്ടല്ലേ, നമുക്ക് അല്പം മതിയല്ലോ. ഒരു 3 to 5 മിനിറ്റ്സ് നമുക്കിന്ന് ലിപ്പിൽ ജസ്റ്റ് സ്ക്രബ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഇങ്ങനെ എടുക്കുന്ന വീഡിയോയിൽ ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതിരിക്കുന്നത്. ഇത് കാണിച്ചു തരാം. വിശ്വാസം ഇല്ലെങ്കിലോ, ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, കണ്ടില്ലേ. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ ഒരു പാക്ക് നമ്മുടെ പിഗ്മെന്റേഷൻ കംപ്ലീറ്റ്ലി മാറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിഗ്മെന്റേഷൻ കുറയ്ക്കും, ഇത് ഉറപ്പായിട്ടും കുറയ്ക്കും. നല്ല വിസിബിൾ ചേഞ്ചസ് ഒരു 7 ഡേയ്സ് തന്നെ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പഞ്ചസാര അരിയുന്നതിനുവേണ്ടി നമുക്ക് ചുണ്ടി തേക്കാം. നല്ലപോലെ സ്ക്രബ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ്സ് ചുണ്ടി വച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചു കളയാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. നല്ല ഗ്ലോസി ആയിട്ടുണ്ട് അല്ലേ, എപ്പോഴും ചുണ്ടി ഇങ്ങനെ വരുന്നല്ലോ. ഇതൊന്നും വേണ്ട, ഇതേപോലെ ഗ്ലോസി ആയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ക്രബ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ മെനക്കെടണോ? മെനക്കെട്ടാൽ മാത്രമേ നമ്മൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു 20 മിനിറ്റ്സില്ലേ നമ്മുടെ ലിപ്പിന് വേണ്ടിയില്ലേ, നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കുളമാക്കിയ നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ. ആവശ്യമുള്ളല്ല, ലിപ് പിഗ്മെന്റേഷൻ മാറണമെന്നുള്ളവർ ഇതെന്തായാലും ഒരു 20 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ മതി. ഇതിനെ കൂടുതൽ സിമ്പിൾ ആയിട്ട് നമുക്കിനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേണമെന്നൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാം, പക്ഷെ
അല്ലാതെ വീട്ടിൽ തന്നെ ഇത്രയും ഇതിന്റെ കൂടുതൽ സിമ്പിൾ നമുക്ക് ആക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കിനി പാക്ക് ഉണ്ടാക്കാം. പാക്കിന് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസ്, പിന്നെ കസ്തൂരി മഞ്ഞൾ, പിന്നെ പാല്. ഇത്രയും 3 സാധനങ്ങളാണ്. ഇതൊരു 10 മിനിറ്റ് നമ്മൾ ചുണ്ടില് തേച്ചിട്ടേക്കണം. അപ്പൊ നമുക്ക് പാക്ക് ഉണ്ടാക്കാം. പിന്നീട് 2-3 പേര് ചോദിച്ചു ഇതെന്താണ് പുറത്ത് ഫാനൊക്കെ വെച്ചിട്ടാണോ? വാ ഇല്ല ഇല്ല. കൊളീഗ്സ് ഒക്കെ ചോദിച്ചു ഫാനൊക്കെ പുറത്ത് നേരെ വെച്ചിട്ടാണോ നീ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്? ഗൈസ് അല്ല, ഞാൻ എൻ്റെ ജനലിന്റെ ബാക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ മാത്രമേ വെട്ടമുള്ളൂ. പിന്നെ ഈ നമ്മുടെ സമ്മറൊക്കെ ആകുമ്പോൾ പുറത്ത് ഭയങ്കര കാറ്റാണ്, ഉച്ച സമയമൊക്കെ ആകുമ്പോൾ. അതുകൊണ്ടാണ് മുടിയൊക്കെ ഇപ്പൊ പറഞ്ഞില്ല, പക്ഷെ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് പാക്ക് ഉണ്ടാക്കാം. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താ, ബീട്രൂട്ട് ഓയിൽ. ബീട്രൂട്ട് ഓയിൽ അല്ല, ബീട്രൂട്ട് ജ്യൂസ് ആണ്. ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു. ആഹാ, എന്താ കളറ്! എന്റെ കളറ് മാറുന്ന കാണാൻ നല്ല രസമുണ്ട്. എടുത്ത് കുടിക്കാൻ തോന്നുന്നു, പക്ഷെ കുടിക്കരുത്. ഇനി വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഞാൻ ഈ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ ആയിട്ട് കിട്ടിയ കസ്തൂരി മഞ്ഞളാണ്. എൻ്റെ ചേട്ടൻ ഇവിടെ നമ്മുടെ റോസ് മലയിൽ പോയപ്പോൾ അവിടുന്ന് നാച്ചുറൽ ആയിട്ട് അപ്പം ഉണ്ടാക്കി കിട്ടിയ കസ്തൂരി മഞ്ഞളാണ്. ഇത് ഭയങ്കര ഫ്രഷ് ആണ്. അല്ലാത്ത കസ്തൂരി മഞ്ഞളും എടുക്കാം. ഇത് ഉള്ളത് കൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. ഐസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കുറച്ച് നാളത്തേക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്ക്രബ് അങ്ങനെയല്ല. സ്ക്രബ് പഞ്ചസാര കൂടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വച്ചേക്കാൻ പറ്റില്ല. കാരണം പഞ്ചസാര അലിഞ്ഞു പോവും. നമുക്ക് പാക്ക് ചുണ്ടിക്കണം. ഇതൊക്കെ രാവിലെ എനിക്ക് ജോലിക്ക് പോകുമ്പോൾ എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം നേരത്തെ എണീക്കും. കാരണം എൻ്റെ ചുണ്ടല്ലേ, എനിക്കത് മാറിയല്ലേ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചുണ്ടിലിടാം. കോടിയായിട്ടില്ലേ ഇത് കാണുമ്പോ? ചുണ്ടില്ല അവിടെ. ഇത് കഴിഞ്ഞ് ഇത്രയും ബാക്കിയുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ചിരി വരുന്നു കേട്ടോ. ഇതൊരു 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സ്. ഓക്കെ ഗായ്സ്, അപ്പൊ ഇത് ഏതാണ്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ്സ് ആയി. അപ്പൊ നമുക്ക് ഇതിനെ തുടച്ചു കളയാം. ഗൈസ്, ഇനി വരുന്ന ആളാണ് നമ്മുടെ മെയിൻ ആള്, നമ്മുടെ ലിപ് ബാം. നമ്മൾ ലിപ് പിഗ്മെന്റേഷൻ മാറ്റാൻ നേരം നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യമാണ് ലിപ്പ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചേക്കുക. വെള്ളം കുടിക്കുക, ലിപ് ബാം അപ്ലൈ ചെയ്യുക. എപ്പോഴും ഒരിക്കലും ഡ്രൈ ആക്കരുത് ചുണ്ട്. ഡ്രൈ ആക്കുന്നതിലാണ് നമ്മുടെ പിഗ്മെന്റേഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രിയാണ് പുരട്ടുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെയും പുരട്ടാറുണ്ട്. ഇതും പുരട്ടിക്കൊണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റൂലല്ലോ. കാരണം ഇതിന് വീട്ടിൽ ഉണ്ടാക്കേണ്ടതായ അതേ പരിമിതികളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ടൊരു 1 മന്ത് കൂടുതലായി. പിന്നെ എനിക്ക് മടി കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്തില്ല. പിന്നെ അമ്മ ഇത് യൂസ് ചെയ്യും രാത്രി കിടക്കാൻ നേരം. ഞാൻ മറന്നു പോകും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഗ്യാസിൽ വെച്ച് സ്റ്റവിൽ വെച്ച് കുറുകി വരുമ്പോൾ അതിലോട്ട് നെയ്യ് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇതൊരു 1 to 2 months വരെ ഇരിക്കും. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ. അപ്പൊ നമുക്കിത് ചുണ്ടി പുരട്ടാം. ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചാൽ തന്നെ ഇതിന്റെ ആ ഒരു തിക്നെസ് മാറും. നല്ല കളറുണ്ട്, പക്ഷെ എല്ലായിടത്തും ഈവൻ ആയിട്ട് ഈ കളർ കിട്ടില്ല. ലിപ്സ്റ്റിക് പോലെ കുറെ നേരം നിൽക്കത്തുമില്ല. അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പുറത്ത് കൊണ്ടുപോകായിരുന്നു. നല്ല ഷെയ്ഡല്ലേ? എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് പോലെ. കൊള്ളാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 100% റിസൾട്ട് തരുന്നതാണ് ഈ 3 സാധനങ്ങളും. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 7 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്റെ റിസൾട്ട് കാണാൻ പറ്റും. നമ്മുടെ ആ പിഗ്മെന്റേഷൻ ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെയാണ് ഓർഡർ. ഡെയിലി എന്തായാലും നിങ്ങൾ രാവിലെ പാക്ക് യൂസ് ചെയ്യുക, ലിപ് പാക്ക് യൂസ് ചെയ്യുക. സ്ക്രബ് ഓൾട്ടർനേറ്റീവ്സിൽ മാത്രം. പിന്നെ ലിപ് ബാം വന്നിട്ട് ഡെയിലി നൈറ്റും യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കോമെന്റ്സിൽ പറയുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.